بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സൂറത്ത് സുമറിലെ 41-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗമാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. വമാ അൻത അലൈഹിം ബിവകീൽ. പല രൂപത്തിൽ വ്യത്യസ്തങ്ങളായ പ്രയോഗങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഡയറക്റ്റായിട്ട് പറയുന്ന പല വിഷയങ്ങളിൽ ഒന്നാണ് ഇത്. ഖുർആനിൽ ചില വിഷയങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ നേരെ വിളിച്ചിട്ട് അൻതന നീനാണ്. അപ്പൊ നബിനെ നേരെ വിളിച്ചിട്ട് താങ്കൾ നീ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ചില ഗൗരവമുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ആ വിഷയങ്ങളൊക്കെ നോക്കിയ ശരിക്ക് അതിന്റെ പ്രത്യേകതയും പ്രാധാന്യവും നമുക്ക് മനസ്സിലാവും. നബിനെ ഡയറക്റ്റ് വിളിച്ചു. ഇപ്പൊ ഉദാഹരണം പറയും, ഒന്ന് ലഗിൻ അഷ്റക്ത, നീ ശുദ്ധി ചെയ്താൽ. അഷ്റക്ത അൻതന്റെ ഷോർട്ടാണ്. അൻത എന്ന് പറയുന്നതിന്റെ ചുരുക്കമാണ് ത എന്നത്. അതൊരു ഫെയിലിന്റെ കൂടെ വരുമ്പോ ചേർന്ന് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. എന്നും പ്രയോഗിക്കും. അപ്പൊ ലഗിൻ അഷ്റക്ത, നീ ശുദ്ധി ചെയ്താൽ. നബിനെ ഡയറക്റ്റ് വിളിച്ചിട്ട് ലഗിൻ അഷ്റക്ത ലയഹ്ബത്തന്ന അമലുക, അവന് മുഴുവൻ പന്തിയാവും. ഇത് മാത്രമല്ല വലതകൂലന്ന മിനൽ ഖാസിരീൻ, നഷ്ടപ്പെട്ടവരിൽ നിന്ന് ഉൾപ്പെടുകയും ചെയ്യും. ഇപ്പൊ നബിനെ ഡയറക്റ്റ് വിളിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ, ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമുള്ള കാര്യം. ഒന്ന് ശിർക്കാണ്. രണ്ട്, ദീനിൽ പുതിയ കാര്യങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കുന്ന കാര്യം, വിദ്യാർത്ഥി ഇഷ്ടമുള്ളതൊക്കെ ദീനിലുണ്ടാക്കുക. അവിടെ നബിയോട് പറഞ്ഞു, നബിക്ക് പോലും ദീനിൽ ഒരു കാര്യം പുതിയതായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാക്കാൻ പറ്റില്ല. അത് പറയുന്നിടത്ത് പറയുന്നത് വലോ തഖവ്വല അലൈനാ ബഅദൽ അഖാവിൽ, നീ എന്നാലും നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വല്ലതും ഈ മതത്തിൽ നീ പറഞ്ഞാൽ ഞാൻ നമ്മുടെ വലത് കൈ കൊണ്ട് നിന്നെ പിടിക്കും. ജീവനാടിയെ മുറിച്ചു കളയും. ഗൗരവമുള്ള സംഗതിയാണ്. ഡയറക്റ്റ് വിളിച്ചു പറയുക. മറ്റേ മൂന്നാമത്തെ, ഒന്ന് ശിർക്ക്, രണ്ട് വിധത. മൂന്നാമത്തെ കാര്യം സമാത്താണ്. സമാത്ത് എന്ന് പറഞ്ഞാല് ഉള്ള ഈമാൻ ചോർന്നു പോകാതെ, ഈമാനില് താഴ്ച വരാതെ ഈമാൻ മരണസമയത്തേക്ക് പൂർത്തിയാക്കുക. അതിന് പറ്റാത്ത അവസ്ഥക്കാണ് ആ അവസ്ഥക്കാണ് സബാത്ത് പറയാൻ. സബാത്ത് ഇല്ലെങ്കിൽ അത് കിട്ടൂല. സബാത്ത് പറഞ്ഞാൽ ഈമാന് എന്ത് ചെയ്യണം? അത് ഇങ്ങനെ നിലനിർത്തി, ഈമാൻ താഴോട്ട് പോകാതെ ഈമാൻ ഇങ്ങനെ നിലനിർത്തി അതിങ്ങനെ പടിപടിയായിട്ട് ഉയർത്തി മരിക്കുന്ന സമയത്ത് കാമിലാകണം ഈമാൻ. അപ്പൊ ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കുന്നത് സബാത്ത് ഇല്ലാതാവുമ്പോഴാണ്. അപ്പൊ മൂന്നാമത് നബിനെ അഭിസംബോധന ചെയ്ത് പറയാണ്, നബിയെ താങ്കൾക്ക് നിനക്ക് നാം സബാത്ത് വലിയൊരു അനുഗ്രഹമായി നിനക്ക് നാം സബാത്ത് നൽകിയത് കൊണ്ടാണ് നബിയെ താങ്കൾ അവരിലേക്ക് ചാഞ്ഞു പോകാതിരിക്കുന്നത്. ഇല്ല എങ്കിൽ താങ്കളും അവരിലേക്ക് ചാഞ്ഞു പോകുമായിരുന്നു. അപ്പൊ സബാത്താണ് മൂന്നാമത്തെ വിഷയം. നബിനെ അഭിസംബോധന ചെയ്ത് പറയണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ്. ഇപ്പൊ നമ്മൾ വായിക്കുന്നത്, നബിയെ താങ്കൾ വക്കീലല്ല. വമാ അൻത, എന്താണ്? വമാ അൻത അലൈഹിം ബിവകീൽ,
താങ്കൾ ഒരിക്കലും അവരുടെ കൈകാര്യകർത്താവൊന്നുമല്ല, അവരുടെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയൊന്നുമല്ല. അപ്പൊ അവിടെ അത് പറയണമെങ്കിൽ നബിയോട് നബി ഡയറക്റ്റ് പറയുന്ന വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പൊ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്? നബി നമ്മളെ മേൽ വക്കീലല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചു വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അൻആമിലെ 66-ഉം അൻആമിലെ 107-ഉം ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓതി അല്ലെ? സൂറത്ത് യൂനുസിലെ 108-ാമത്തെ ആയത്ത് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളതാണ്. 10-ാം അധ്യായം. അതിലെ സൂറത്ത് യൂനുസിലെ 103 മുതൽ അവസാനത്തെ ആയത്ത് വരെ, യൂനുസിന്റെ അവസാന ഭാഗം. മുതൽ 103 മുതൽ വായിച്ചോളൂ. സൂറത്ത് യൂനുസിലെ 103-ാമത്തെ ആയത്ത് മുതൽ അതിലെ അവസാനത്തെ ആയത്ത് 10-ാം അധ്യായം. സൂറത്ത് സുമറിലെ 41-ാമത്തെ ആയത്തിൽ എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇവിടെ നബിനോട് നീ വക്കീലല്ല എന്ന് അള്ള പറഞ്ഞപ്പോ നബി അത് പ്രഖ്യാപിക്കണ ആയത്താണ് ഞാൻ വക്കീലല്ല. ഇവിടെ അല്ലെ?
ആയത്തിൽ എന്താ ഉള്ളത്? നമ്മൾ പഠിക്കുന്ന ആയത്തിൽ എന്താ ഉള്ളത്? അല്ല, പഠിക്കുന്ന ആയത്തിൽ എന്താ ഉള്ളത്? സുമറിൽ എന്താ ഉള്ളത്? ഇവിടെ എന്താ ഉള്ളത്? അപ്പൊ നീ വക്കീലല്ല എന്ന് നബിയോട് അല്ല പറഞ്ഞത്, നബി അത് സ്വയം പ്രഖ്യാപിക്കുകയാണ്, ഞാൻ വക്കീലല്ല എന്ന്. എന്താണ് അതിന്റെ കാരണം? അതാണ് ഇപ്പൊ നമ്മൾ വായിച്ചു വരുന്നത്. ഈ 103-ാമത്തെ ആയത്ത് മുതൽ പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. അതെന്താ നമുക്ക് പരിശോധിക്കാം. സുമ്മ നുനജ്ജി റുസുലന വല്ലദീന ആമനു, പിന്നീട് നമ്മുടെ മുർസലീങ്ങളെയും വിശ്വാസികളെയും നാം രക്ഷപ്പെടുത്തി. ഇത് ഒരുപാട് വിശാലമായ ഒരു കാര്യത്തിന്റെ ഒരു ചുരുക്കം പറയണം. ഒരുപാട് പ്രവാചകന്മാർക്ക്, ആ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനാര്? മുഹമ്മദ് റസൂലുള്ളാഹി. ഒരുപാട് പ്രവാചകന്മാർക്ക് അല്ലാഹു റിസാലത്ത് നൽകി, അവരൊരു വലിയ ദൗത്യവുമായിട്ട് അയച്ചു. ഈ പ്രവാചകന്മാരാരും വക്കീലായിരുന്നില്ല, മറിച്ച് അവരൊക്കെ മുബല്ലിഗുകൾ മാത്രമാണ്. വക്കീലല്ല, പിന്നെന്താണ്? മുബല്ലിഗാണ്. വക്കീലല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ്? മുബല്ലിഗാണ് എന്ന് പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കുന്നവൻ മാത്രമാണ്. അപ്പൊ ഈ പ്രവാചകന്മാർക്കൊക്കെയും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി, ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായി. അവര് ഈ കാര്യം ജനങ്ങൾക്ക്, അള്ളാഹ് ഏൽപ്പിച്ച ഈ ദൗത്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ആ മാർഗത്തിൽ അവർക്ക് ഒരു സുഖമായ ഒരു മാർഗമല്ല ഉണ്ടായത്, ഒരു സുഗമമായ ഒരു അവസ്ഥ അല്ല ഉണ്ടായത്, പ്രതിസന്ധികളാണ് വന്നത്. അപ്പൊ അള്ളാഹ് പറയാണ്, ഇതിൽ വിശ്വസിച്ച ആൾക്കാരെയും മുർസലീങ്ങളെയും നാം രക്ഷപ്പെടുത്തി. അപ്രകാരം നമ്മുടെ മേൽ ഒരു ബാധ്യത എന്ന നിലയിൽ നാം വിശ്വാസികളെ രക്ഷപ്പെടുത്തുന്നു. ഹക്കൻ അലൈന, ഈമാനുള്ളവരെ രക്ഷപ്പെടുത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എന്നാണ് ആര് പറഞ്ഞത്? അള്ളാഹു പറയുന്നത്. അപ്പൊ ഈമാനുള്ളവരെയും മുസ്ലിങ്ങളെയും അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് ഈ പറഞ്ഞ റിസാലത്ത് എന്താണോ അത് അംഗീകരിച്ച് ജീവിക്കുന്നതിൽ അവർക്കൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ പ്രയാസം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. ഇതൊരു പ്രയാസമാണ് എന്നൊരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവൻ ഈമാന്റെ പരാജയമാണ്. എന്തുകൊണ്ടാണ് വലിയ വലിയ ത്യാഗങ്ങളൊക്കെ മുൻഗാമികൾ സഹിച്ചത്? അവർക്കതൊരു പ്രയാസമായിട്ട് തോന്നിയിട്ടില്ല. അത് തോന്നാതിരിക്കാൻ കാരണം അവരുടെ ഈമാനാണ്. മനസ്സിലായില്ലേ? ഫിറഔനിന്റെ കൊട്ടാരത്തിൽ ഫിറഔനിന്റെ മകളുടെ ഒരു ഹാദിമയായിരുന്നു മാഷിത. ഹാദിമ എന്ന് പറഞ്ഞാൽ ആ കൊട്ടാരത്തിലെ ഒരു വലിയ രാജാവിന്റെ ആ മകളെ നോക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പെണ്ണാണ് മാഷിത. അവളുടെ കുട്ടീനെ മുടി ചീകി കൊടുക്കുക, കുളിപ്പിക്കുക, വൃത്തിയാക്കുക, അങ്ങനെ ഫിറഔനിന്റെ മകളെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പെണ്ണായിരുന്നു മാഷിത. ആ കൊട്ടാരത്തിലാണ് മൂസാ നബിയുടെ ദേവത്ത് മൂസാ നബി ഫിറഔനും തമ്മിലുള്ള സംഭാഷണങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ നടക്കുന്നത്. പിന്നെ ജാലജക്കാര് വരുന്നതും വഴിയിടുന്നതും പാമ്പാകുന്നതും ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്, നിങ്ങൾ എന്നെ ആരാധിക്കേണ്ടത് പറഞ്ഞാൽ ഫിറഔനിന്റെ മുന്നിൽ നീ അല്ല റബ്ബ്, എന്നെ പടച്ച റബ്ബുണ്ട്, ആ റബ്ബിനെ ആരാധിക്കേണ്ടത് എന്ന കാര്യം പറഞ്ഞു കൊടുക്കാനായി ഇത് കേട്ട് വിശ്വാസിയായി ആര്? മാഷിത. ഫിറഔനിന്റെ കൊട്ടാരത്തിൽ ഫിറഔനിന്റെ ശമ്പളക്കാരിയെ ഏറ്റ് മകളെ നോക്കി എന്ന പെണ്ണ് അവള് വിശ്വാസിയായി പിന്നെ മൂസാ നബി വിശ്വസിച്ചപ്പോ ആമന്തു ബില്ലാഹി റസൂലി എന്ന് പറഞ്ഞപ്പോ മാഷിത്തന്റെ ചെറിയ കുട്ടികളുണ്ടായിരുന്നു. കുട്ടികളും ആ വീട്ടിലാണത് മാഷിത്തന്റെ. ആ കുട്ടികളെയും അവളെയും ഒരു തീക്കുണ്ടാരുണ്ടാക്കിയിട്ട് അതിന്റെ വക്കത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ഇതാ ഇതിലേക്ക് ഇടാൻ പോവാണ്. പെട്ടു. ആദ്യം കുട്ടികളെടുന്ന പറഞ്ഞു, പിന്നെ മാഷിത്താനാണ്. അങ്ങനെ ഏതൊരു പെണ്ണും സ്വന്തം മക്കളെ തീ കൊണ്ടാക്കുന്ന ഫിറഔൻ എന്ന് പറഞ്ഞാല് പറഞ്ഞാല് പേടിപ്പിക്കാൻ വേണ്ടി ഒന്നല്ല പറഞ്ഞത് എല്ലാവരും പറയാം. കാരണം ഫിറഔൻ അങ്ങനത്തെ ആളാണ്. ഫിറഔൻ ചെയ്തിട്ടേ പറയണം അങ്ങനത്തെ ആളാണ്. അപ്പൊ സ്വന്തം മക്കളെ ഈ തീക്കുണ്ടാരത്തിലേക്ക് എറിയണത്.
ആ സമയത്ത് പതറാതെ അവിടെ നിന്ന് ആമൻതുമില്ല, അള്ളാഹുവിനും അവന്റെ റസൂലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഒട്ടും പിറകോട്ട് പോവില്ല എന്ന് പറയാൻ ആ പെണ്ണിന് പ്രേരണ കൊടുത്തത് എന്താണ്? ഈമാൻ. മനസ്സിലായില്ലേ? ആ കുട്ടികൾ അതിലേക്ക് വലിച്ചെറിയുന്നതിലോ അതിനുശേഷം അവരെ വലിച്ചെറിഞ്ഞത് ആ കുട്ടികളെ കത്തിച്ച് കളഞ്ഞു, ആ പെണ്ണിനെ കത്തിച്ച് കളഞ്ഞ അള്ളാഹു റസൂൽ മിറാജിൽ രാത്രിയിൽ ഒരു സുഗന്ധം അനുഭവിച്ചപ്പോ ജിബീലിനോട് ചോദിക്കുന്നുണ്ട്, ഈ സുഗന്ധം എന്തിൻ്റെതാണെന്ന്. അവൻ ജിബീലിൽ പറഞ്ഞിട്ടുണ്ട്, മാഷത്തിന്റെ മക്കളെ സുഗന്ധം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളെയും നമുക്ക് വലിയ ഭാരമായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഈമാന്റെ കുറവാണ്. അപ്പൊ ഇവിടെ ഈമാനുള്ളവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് ആരുടെ ബാധ്യതയാണ്? അല്ലാഹുവിന്റെ ബാധ്യതയാണ്. ബാക്കി നബിയെ പറയുക, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഈ കുന്തും ഫീ ശക്കിൻ മിൻ ദീനി, ഞാൻ ഈ കൊണ്ടുവന്ന ദീനിൽ നിങ്ങൾക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞ വിഷയം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കണ്ട. വക്കീൽ എന്ന് പറയാൻ കൽപ്പിച്ചത് എന്തുകൊണ്ടാണ്? ഒരു വക്കീലിന്റെ ആവശ്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? കോടതിയിൽ നമുക്ക് ഒരു വക്കീലിന്റെ ആവശ്യമില്ല. വക്കീൽ എന്ന് പറഞ്ഞാൽ കോടതിയിലെ വക്കീൽ, ആ വക്കീൽ അറബിന്നുണ്ടായ ആ വക്കീൽ തന്നെയാണത്, ഇത് വേറെ വക്കീലൊന്നുമല്ല. ഒരു വക്കീൽ ആവശ്യമില്ല എന്ന് ഒരാൾ പറയുന്നുവെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അത് പറയണത്? എന്തുകൊണ്ടായിരിക്കും? ഒരു വക്കീൽ ആവശ്യമില്ലാതിരിക്കപ്പെടാം, അയാൾക്ക് ആ കാര്യത്തെ കുറിച്ച് നല്ല ധാരണയും അറിവുള്ളതുകൊണ്ടാണ്. അപ്പൊ നബി വക്കീലല്ല എന്ന് ഖുർആനിൽ ഒരു സ്ഥലത്തല്ല പല സ്ഥലത്ത് ആവർത്തിച്ചു പറയുന്നു. അത് നബി വക്കീലല്ലാതിരിക്കണമെങ്കിൽ നമുക്കൊരു ധാരണ വേണം, അവിടേക്ക് നമ്മൾ എത്തണം. മനസ്സിലായിട്ട് പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ് നമ്മൾ പഠിക്കണത് പല കാരണം. ശരി, ദീനാണ് പ്രവാചകന്മാർ കൊണ്ടുവന്ന കാര്യം. എന്താണ്? ദീനാണ് അല്ലെ? ആ ദീനിൽ വല്ല സംശയവും ഉണ്ടെങ്കിൽ ബാക്കി വയ്ക്കും. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ഒന്നിനെയും ഞാൻ ആരാധിക്കുന്നില്ല. നിങ്ങളെ മരിപ്പിക്കുന്നത് ആരാണോ ആ മരിപ്പിക്കുന്നവനെ ഞാൻ ആരാധിക്കുന്നു എന്ന് പറയാം. ഈമാനുള്ളവരിൽ ഉൾപ്പെടാനുള്ള കൽപ്പനയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറയാം. ഇവിടെ ദീനിൽ സംശയമുണ്ടെങ്കിൽ അതാണ് നബിയെ പറയുക, യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫീ ശക്കിൻ മിൻ ദീനി. അള്ളാഹ് പറയാം അള്ളാഹിന്റെതാണ് ദീന്. ദീനീന്നാണ് എന്റെ ദീനാണ്, എന്റെ മതം. ആരെ മതം? മതം ആരുതാ? അള്ളാഹിന്റെ മതം. അള്ളാഹിന്റെ മതത്തിൽ നമുക്കൊന്നും കൂട്ടിച്ചേർക്കാൻ പറ്റൂല, കുറക്കാനും പറ്റൂല. അള്ളാഹുവിന്റെ ഈ മതത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം, നിങ്ങൾ ആരാധിക്കുന്ന ഒരു വസ്തുവിനെയും ഞാൻ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതെന്താ വിഷയം എന്നറിയോ? എന്താ വിഷയം? ഹജ്ജുൽ അക്ബറിന്റെ അന്ന് നബിയോട് പ്രഖ്യാപിക്കാൻ പറയുന്നത് സൂറത്ത് തൗബന്റെ 3-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വഅദാനും മിനല്ലാഹി വറസൂലിഹി ഇലന്നാസി യൗമൽ ഹജ്ജിൽ അക്ബർ അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രിക്കീന വറസൂലുഹു. ഹജ്ജുൽ അക്ബർ ദിവസം പ്രഖ്യാപിക്കുക, എന്താ പറഞ്ഞാൽ അള്ളാഹുവും അവന്റെ റസൂലും എല്ലാ മുശ്രിക്കുകളുടെ ശിർക്കുകളിൽ നിന്നും ഇതാ ബാധ്യത ഒഴുകിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക. ദീനിന്റെ അടിസ്ഥാനമാണ്. ദീനിന്റെ അടിസ്ഥാനം അള്ളാഹനെ മാത്രം ആരാധിക്കുക, ഇബാദത്ത് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ആരാധിക്കുന്ന ഒന്നിനെയും അല്ല ഞാൻ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആരാധിക്കുന്നത് ആരെയാണ്? എല്ലാ മനുഷ്യരെയും മരിപ്പിക്കുന്നത് ആരാണോ അവനെ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? എപ്പോഴാണ് ഒരു ഇബാദത്തിന്റെ വിഷയമൊക്കെ കടന്നു വരിക? മനുഷ്യന്റെ എല്ലാ കഴിവുകളും അവന് നൽകപ്പെട്ട എല്ലാം അവസാനിച്ച് മനുഷ്യനൊക്കെ നിസ്സഹായരാകുന്ന ഒരു രംഗത്ത് അല്ലെ? അവിടെയാണ് നമുക്ക് ഇബാദത്ത് വേണ്ടത്. ആണോ? അല്ലേ? ശരി. എങ്കിൽ ഏറ്റവും വലിയ നിസ്സഹായത ഏതാ? ഒരു മനുഷ്യൻ ഏറ്റവും നിസ്സഹായനാകുന്ന രംഗം ഏതാണ്? അല്ലെ? ഒരു മകൻ ഇങ്ങനെ മരിക്കുകയാണ്, അസുഖം ബാധിച്ച് എത്രയും കോടികൾ ചെലവഴിക്കാൻ അവന്റെ അടുക്കലുണ്ട്. എവിടെയും കൊണ്ടാകാൻ പറ്റും, അതിന് മാത്രം അവന് സൗകര്യങ്ങളുണ്ട്.
എല്ലാം ഉണ്ട്. പക്ഷെ അധികാരമുണ്ട്, ഭരണമുണ്ട്. പിന്നെ അവര് എന്തൊക്കെ ഒരു ഭൗതിക ലോകത്ത് എന്തൊക്കെ അത് മുഴുവൻ നൽകപ്പെട്ടിരിക്കാം. മരണത്തിൽ നിന്ന് ഇവര് നൽകപ്പെട്ട ദുനിയാവിൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് മരണത്തെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? ഏറ്റവും വലിയ നിസ്സഹായത. എത്ര പ്രിയപ്പെട്ടവരാണ് നോക്കി ഇങ്ങനെ നിൽക്കാന്നല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അവിടെയാണ് അള്ളാഹനെ മനസ്സിലാവുക. കാരണം ഇതൊന്നും നമ്മളെ കൺട്രോളിലല്ല. അവിടെയാണ് അള്ളാഹിന്റെ വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തുക. നമ്മളെ സ്വയം കൺട്രോളിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ പരിധിക്കും നമ്മളെ കഴിവിനൊക്കെ അപ്പുറത്താണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ അള്ളാഹ് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. പക്ഷെ ഇവിടെ എടുത്തു പറഞ്ഞത് എന്താ? നിങ്ങളെ മരിപ്പിക്കുന്നവൻ ആരാണോ അവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈമാനുണ്ട്, ഈമാൻ കിട്ടിക്ക് മരിക്കണം, മുഅ്മിനാകാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിലെന്ത് പറയണം? ബാക്കി വായിക്കും. മതത്തിന് നേരെ ശ്രദ്ധിക്കണം. മതത്തിന് നേരെ നിന്റെ മുഖത്തെ ഹനീഫാക്കി നിർത്താനും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മതത്തിന് നേരെ മുഖത്തെ ഹനീഫാക്കി നിർത്താൻ. ഹനീഫ് എന്നാൽ ഋജുമാനസ്കനായി നേരെ ചൊവ്വെ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിൽ ആത്മാർത്ഥമായി മുഖത്തെ ദീനിന് നേരെ നിലനിർത്തുക. അതാർക്കാ പറ്റുക? ആർക്കാ പറ്റുക? ദീന് പഠിക്കണോനെ പറ്റുള്ളൂ, അല്ലെ? അല്ലാത്തവരെ പറ്റുമോ? ദീനിന് നേരെ തന്റെ മുഖത്തെ ശരിയാക്കി നിർത്തണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു റസൂലിനെതിരെ അയച്ചത് ദീന് പഠിപ്പിക്കാൻ, അല്ലെ? എന്നാൽ ഈ ആശയം തന്നെ ഇത് എവിടെ എത്തണമെന്നറിയോ? ഈ കുറച്ച് ആൾക്കാർ പഠിച്ചവരൊക്കെ ഉണ്ട്. ഒരു കുറച്ച് മദനിമാരും സുല്ലമിമാരും പൈസിമാരും ദാരിമാരും കുറച്ച് ആൾക്കാരൊക്കെ മതം പഠിച്ച കുറച്ച് ആൾക്കാർ. ഞങ്ങൾ കുറച്ച് കച്ചവടക്കാര്, ബിസിനസ്സുകാര്, ഞങ്ങൾ കുറച്ച് ജോലിക്കാര്. ഞങ്ങൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഒരാൾക്കും പറയാൻ പറ്റൂല. നബി വക്കീലല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു വക്കാലത്ത് ഒരാളെ ഏൽപ്പിച്ച് രക്ഷപ്പെടാതെ കരുതണ്ട. അവനാന്റെ കാര്യം മനസ്സിലായിട്ടാ അവർക്ക് എത്തുന്നത്. നബി വക്കീലല്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എവിടെ കൊണ്ട് ഇതൊന്നും ചാരി വെക്കാൻ പറ്റൂല. ദീന് അയ്യുഹന്നാസെന്നാ വിളിച്ചത്, ജനങ്ങളെന്നാ വിളിച്ചത്. ദീന് എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതാണ്. അവനാന്റെ ദീനിയായ കാര്യം അറിയാൻ ചെയ്യാനുള്ള അറിവ് അവനുണ്ടാവണം. ഞാൻ അള്ളാനെ മാത്രം എന്തിനാരാധിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ അള്ളാനെ ആരാധിക്കണോ മാത്രമായാൽ പോരാ. ഞാൻ അള്ളാനെ മാത്രം എന്തിനാരാധിക്കുന്നു ഒരാൾ ചോദിച്ചാൽ പറയാൻ അറിവുണ്ടാവും. ചെറിയ പ്രായത്തിലെ ഉമ്മി മാപ്പൊക്കെ നിസ്കരിക്കല് കണ്ടു, അങ്ങനെ പഠിച്ചു വന്നു, നിസ്കരിക്കാൻ പഠിച്ചു. അള്ളാനെ മാത്രം ഇബാദത്ത് ചെയ്യാന്ന് പറയാം, അതൊക്കെ അറിയാം. പക്ഷെ അള്ളാനെ മാത്രം എന്തിന് ഇബാദത്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അറിയാനുള്ള പറയാതെ ഇൽമുണ്ടാവും. ആ ഇൽമു ഓരോരുത്തരും ഉണ്ടാക്കണം. മനസ്സിലാക്ക? അവനവന്റെ അമലുകൾ, നിസ്കാരം എങ്ങനെ നിസ്കരിക്കണം, നിസ്കാരം നബിയുടെ നിസ്കാരം എങ്ങനെ, അള്ളാഹ് കബൂൽ ചെയ്ത നിസ്കാരം എങ്ങനെ, ആ നിസ്കാരത്തിൽ ഞാൻ പറയുന്ന ദിക്റുകൾ, ദുആകൾ, അതിന്റെ അർത്ഥം എന്താണ്, അത് ഓരോരുത്തരും പഠിച്ചു വെക്കണം. ദീന് ഓരോ ഘട്ടത്തിലും അവനവന്റെ ദീനുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ഒരാള് ഒരു ജോലിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇതിൽ എന്റെ മതപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവൻ അറിയണം. ഒരു ഡോക്ടർ മനുഷ്യന്റെ ശാരീരികമായ, ബാഹ്യമായ, ആന്തരികമായ അവയവങ്ങളുടെ ധർമ്മത്തെ കുറിച്ച് പഠിച്ചാൽ പോരാ. അതിന് വരുന്ന തകരാറുകൾക്ക് കാരണം എന്താണ് എന്ന് പഠിച്ചാൽ പോരാ ഒരു മുസ്ലിം. മറിച്ച് ഞാനൊരു ഡോക്ടർ ആകുമ്പോൾ എനിക്ക് ഈ ഫീൽഡിലേക്ക് ഞാൻ പോകുമ്പോൾ മതപരമായി എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ട് അവൻ പഠിച്ചിരിക്കണം. ഒരാൾ കച്ചവടക്കാരനായിട്ട് മാറുകയാണെങ്കിൽ കച്ചവടം എന്നത് ദീനിൽ കിതാബുൽ ബൈഅ്, പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും നിരന്തരമായി പറഞ്ഞ ഒരു സംഭവമാണ് കച്ചവടം. ഒട്ടനവധി ആയിരക്കണക്കിന് ഹദീസുകളിലൂടെ നബി പഠിപ്പിച്ച സംഗതിയാണ് വ്യത്യസ്തങ്ങളായ കച്ചവടം. അപ്പൊ ഞാൻ ഏർപ്പെടുന്ന ഈ കച്ചവടത്തിൽ ദീനിയായിട്ട് എനിക്ക് എന്തൊക്കെ ഞാൻ അറിയണം, പഠിക്കണം. അത് ഓരോരുത്തരും പഠിക്കണം.
മനസ്സിലാവണ്ട. നബി വക്കീലല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റൂല. നമ്മളിപ്പോ ഒരു വക്കീലിനെ കോടതിയിൽ ഏൽപ്പിക്കാൻ ആ കേസുമായി ബന്ധപ്പെട്ട കാര്യം ഞാനൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്ത് ചെയ്താൽ മതി? അയാൾക്ക് ഫീസ് കൊടുത്താൽ മതി. ഞാൻ എന്ത് ചെയ്താൽ മതി? കോടതിക്ക് അത് പോയാൽ മതി. എന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ട്? വക്കീലുണ്ട്. നബി അതല്ല. മനസ്സിലായിട്ടോ പറഞ്ഞേ? നബിനെ വക്കാലത്ത് ഏൽപ്പിച്ച് കഴിച്ചിലാക്കാൻ പറ്റൂല. നബി പഠിപ്പിച്ചു തരാൻ വന്നു. അത് നിങ്ങൾ പഠിച്ചിരിക്കണം. അവനവന്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ഇൽമ അവനവൻ ഉണ്ടാകണം. രക്ഷപ്പെടൂല ലോകത്ത്. ഇത് വഹാത്താലേക്ക് വക്കീൽ വെറുതെ ഓതി അതിന്റെ അർത്ഥം പറഞ്ഞ് പോണ്ട സംഗതി അല്ലെങ്കിൽ പഠിക്കണം. ഖുർആനിൽ ഓരോ ആയത്തുകളും പഠിക്കണം. വിശദീകരിച്ച ആയത്തുകൾ പഠിക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ശരി, ഒരിക്കലും ജീവിതത്തിൽ ശിർക്ക് വന്നു പോകരുത്. ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട കാര്യമാണ് ഇല്ലാതെ പഠിക്കേണ്ടത്. ശിർക്ക് വന്നാൽ രക്ഷപ്പെടുക. കാരണം തൗഹീദുള്ള ഒരാൾക്ക് എന്ത് തോന്നിയാസം ചെയ്താലും എത്ര വലിയ തെറ്റ് ചെയ്താലും ആ തെറ്റിന്റെ കാലാവധി കഴിഞ്ഞാൽ അള്ളാഹു തആല സ്വർഗത്തിൽ അവരെ പരലോകത്തിൽ നദിയിൽ മുക്കിയിട്ട് അവർ സ്വർഗത്തിൽ താക്കും. ഏതെങ്കിലും കാലത്തോ സ്വർഗത്തിലെത്തും. ഒരിക്കലും സ്വർഗത്തിലെത്താത്തവനായ ഇല്ലാത്തവൻ, തൗഹീദ് ഇല്ലാത്തവൻ, ശിർക്ക് ചെയ്തവനാണ് എത്താതിരിക്കുക. ബാക്കിയുള്ളവരൊക്കെ അവരെ കാലാവധി കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട ആൾക്കാരാണെങ്കിൽ അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് തെറ്റിലേക്ക് പോകും. ബാക്കി അപ്പൊ പ്രാർത്ഥനയാണ് വിഷയം. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ് ഇബാദത്ത്. അതുകൊണ്ട് നിനക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ ഇല്ലാത്ത അള്ളാഹു പുറമുള്ള യാതൊന്നിനും നീ വിളിച്ചു പ്രാർത്ഥിക്കരുത്. നബിയെ നിങ്ങൾ അങ്ങനെ ചെയ്താൽ താങ്കൾ ഏറ്റവും വലിയ ദുർമാക്കിയത് എന്റെ ശിർക്കൽ ഏറ്റവും വലിയ ശിർക്ക് ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കും തെളിയാൻ താങ്കളില്ല. ഇതിന്റെ ആശയം നമ്മൾ നേരത്തെ ആയിട്ട് പഠിച്ചതാണ്. പഠിച്ചത് ഓർമ്മയില്ലേ? ഈ ആശയം വേറെ പഠിച്ചത് ഓർമ്മയില്ലേ? എന്താണ്? നിനക്കൊരു ദുർറ് വന്നാൽ അത് നീക്കാനോ നിനക്ക് ഒരു ഹൈർ വന്നാൽ അത് തടയാനോ ഒരാളും ഇല്ല. അതൊക്കെ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? ആർക്ക് മാത്രമേ പറ്റുള്ളൂ. ഈ പറഞ്ഞതിന്റെ ചുരുക്കം കേട്ടോ. ഒരു നബിയെ പറയുക, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഖദ് ജാഅകുമുൽ ഹഖ്ഖു മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഹഖ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു. നമ്മള് സുമറിൽ പഠിക്കുന്ന ആയത്ത് തുടങ്ങുന്നതൊക്കെയാണ് ഇന്നാ അൻസൽനാ അലൈക്കൽ കിതാബ ബിൽ ഹഖ്, അല്ലേ? യാ അയ്യുഹന്നാസ് ഖദ് ജാഅകുമുൽ ഹഖ്ഖു മിൻ റബ്ബിക്കും, കുറെ സത്യങ്ങൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള അർത്ഥങ്ങൾ പറയണം. അവിടെ പഠിച്ചതാണ്. ആരെങ്കിലും ഈ ഖുർആനിന്റെ സന്മാർഗം സ്വീകരിച്ചാൽ അതിന്റെ ഗുണം അവര് തന്നെയാണ്. ആരെങ്കിലും തെറ്റിപ്പോയാൽ അതിന്റെ ദോഷവും അവര് തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് മേൽ വക്കീലല്ല. അപ്പൊ ഇത് പഠിച്ച് മനസ്സിലാക്കി സ്വീകരിച്ച്, അപ്പൊ ഇവിടെ വന്ന ഹക്ക് ഏതാണ്? ഖുർആൻ. ആ ഖുർആൻ പഠിക്കണം. ഖുർആൻ പഠിക്കാതിരിക്കാൻ ഒരു സാധാരണക്കാരനും ഒരു ഒഴിവില്ല. ഖുർആൻ എല്ലാവരും പഠിച്ചിരിക്കണം. ഒരു ആലിമിന്, ഒരു പണ്ഡിതന്, അയാൾക്ക് ഫുൾ ടൈം അയാൾ ദീന് പഠിക്കുന്നു, ഖുർആൻ പഠിക്കുന്നു, അതേപോലെ ചിന്തിക്കുന്നു, പുസ്തകങ്ങൾ എഴുതുന്നു, ലേഖനങ്ങൾ എഴുതുന്നു, അയാൾ പ്രസംഗിക്കുന്നു, ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അയാൾക്ക് വേറെ ബിസിനസ്സോ കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചിന്തയില്ലാത്തത് കൊണ്ട് അയാൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അല്ലെ? അങ്ങനെ ആർക്ക് പറ്റിക്കോളുന്നില്ല? സാധാരണക്കാർക്ക് പറ്റിക്കോളുന്നില്ല. പക്ഷെ അങ്ങനെ ആയിട്ട് പോലും മതം വേറെ തന്നെ പഠിച്ച് പ്രബോധനം ചെയ്യുന്ന ആൾക്കാർ നമുക്ക് കാണാം, ഇല്ലേ? എത്ര ഡോക്ടർമാരുണ്ട്, MBBS ഡോക്ടർമാർക്ക് എത്ര ഉണ്ട്, പ്രബോധകന്മാർ, വലിയ വലിയ പണ്ഡിതന്മാര്. എത്ര ആളുകൾ മരിച്ചുപോയി, എത്ര ആളുകൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. ശരി, അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് എന്ത് വേണം? നമ്മുടെ ജീവിതത്തിൽ ഒരു ഖുർആൻ പഠിതാവെങ്കിലും പഠിച്ചുകൊണ്ടേയിരിക്കണം. ദീനിന്റെ ഓരോ വശങ്ങളും നമ്മൾ അന്വേഷിക്കണം, അത് പഠിക്കണം. നീ പിൻപറ്റിക്കോ, പിന്നാലെ പോവാ. നീ പിൻപറ്റുക. നീ എന്തിനെയാണ് ഫോളോ ചെയ്യേണ്ടത്? നിനക്ക് കിട്ടുന്ന വഹയ്യ് നീ പിൻപറ്റണം. പിൻപറ്റണം എന്ത് വേണം? ആദ്യം അറിയണ്ടേ, ആദ്യം മനസ്സിലാക്കണ്ടേ.
നിനക്ക് വരുന്ന വഹിയിനെ, ആ വഹി ഖുർആനാണ്, ആ വഹി ഹദീസാണ്, ഹദീസും ഖുർആനും വഹിയാണ്. മനസ്സിലായില്ലേ? അതിനെ നീ പിൻപറ്റണം. വസ്ബിർ, നല്ലോണം ക്ഷമിക്കണം. ഹത്താ യഹ്കുമ അല്ലാഹ്, അല്ലാഹു തീർപ്പ് കൽപ്പിക്കുന്നത് വരെ ക്ഷമിക്കണം. എങ്ങനെ? അല്ലാഹു തീർപ്പ് കൽപ്പിക്കുന്നത് വരെ ക്ഷമിക്കണം. ഓരോ കാര്യത്തിലും തീർപ്പായതാണ് അള്ളാഹ്. വെയിറ്റ് ചെയ്യണം. അള്ളാഹു വേണം ഓരോ കാര്യത്തിലും. ഞാൻ ഇങ്ങനെയായി, ഇനിയിപ്പോ ഞാൻ അങ്ങനെ തന്നെ ആവുള്ളൂ എന്ന് പറയണ്ട. മനസ്സിലായില്ലേ? ഓരോ ഏത് വിഷയം ഉണ്ടെങ്കിലും അതിൽ തീർപ്പ് വരാനുള്ളതായതാണ് അള്ളാഹിന്റെ തീർപ്പ് വരുന്നത് വരെ ക്ഷമിക്കുക. നല്ല ക്ഷമ വേണ്ടി വരും. ബാക്കി തീർപ്പ് കൽപ്പിക്കുന്നവരിൽ ഉത്തമനാരാണ്? അല്ലാഹു ഖൈറുൽ ഹക്കീമീൻ. ഈ മതം അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഇത് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ്. ഒരാളെ മേലും അടിച്ചേൽപ്പിക്കണ്ട. ഒരാള് എന്ത് ചെയ്യണ്ട? അടിച്ചേൽപ്പിക്കണ്ട. അന്റെ കാര്യമൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം ഒരാൾ പറയണ്ട. അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പോ കുറച്ചു മുമ്പ് ഈ അമേരിക്കക്കാരനായ ഒരു വ്യക്തിയുടെ ഭാര്യ ഇസ്ലാം സ്വീകരിച്ച ഒരു ക്ലിപ്പ് മൊത്തത്തിൽ പ്രചരിച്ചത് കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഷോൺ എന്നാണ് അയാളുടെ പേര്. അയാൾ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രഭാഷകനും ഒരു അറിയപ്പെട്ട ഒരാളാണ് അയാൾ. അമേരിക്കക്കാരനാണ്, അമേരിക്കയിൽ അറിയപ്പെട്ട ഒരാളാണ്. അയാൾ ഒരിക്കൽ ഭാര്യയോട് പറയാണ്, അയാളുടെ ഭാര്യ ഡോക്ടറാണ്, ഡോക്ടറേറ്റ് കിട്ടിയ ഡോക്ടറാണ്, പ്രൊഫസറാണ്, ഒരു വലിയ അമേരിക്കയിലെ കോളേജിലെ പ്രൊഫസറൊക്കെയാണ് ഭാര്യ. ഇയാൾ ഒരു നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറും ഒക്കെയാണ്. ഇയാൾ അറിയപ്പെട്ട വ്യക്തിയാണ്. ഇയാൾ സംസാരിക്കുന്ന, ഇയാൾ പ്രസംഗിക്കുന്ന ഒരു ക്ലിപ്പാണ്. അയാൾ പറയണം, ആ പ്രസംഗത്തിൽ അയാൾ പറയണം, അയാൾ ഭാര്യയോട് പറഞ്ഞു, ഞാനിങ്ങനെ കുറെ പഠിച്ചപ്പോ ഈ ഖുർആനിനെ കുറിച്ച് ഞാൻ പഠിച്ചു. അപ്പൊ അത് സ്വീകരിക്കണം, ഖുർആൻ അംഗീകരിക്കണം, മുസ്ലിം ആകണം എന്ന് എനിക്ക് തോന്നുന്നു. എന്താ നിന്റെ അഭിപ്രായം വെച്ചു? ഉടനെ ഭാര്യ പറഞ്ഞു, ഒരിക്കലും ഇസ്ലാം സ്വീകരിക്കുന്ന പരിപാടിയില്ല. കാരണം അത്രയും മോശമായ മതം എന്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലാക്കി. അത്രയും മോശമായ മതമാണ്. അതുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹം ഭാര്യയോടൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ഒരു യാത്ര പോയി. ആ യാത്രയിൽ അദ്ദേഹം ബന്ധപ്പെടുന്ന ചില ആലിമ്യങ്ങളുണ്ട്. ആലിമ്യങ്ങളാണ് പറഞ്ഞത്, അറബിനെ പറഞ്ഞത്. അങ്ങനെ പണ്ഡിതന്മാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരിക്കലും ഭാര്യനെ നിർബന്ധിക്കാൻ പാടില്ല. ഒരു ചെയ്യാതെ പറഞ്ഞില്ല. ഒരിക്കലും നീ ഇസ്ലാം സ്വീകരിച്ചാലും ഭാര്യനെ ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിക്കരുത്. അങ്ങനെ അവരുടെ നിർദ്ദേശം പ്രകാരം അങ്ങനെ മുന്നോട്ട് പോയി. ഞാൻ യാത്ര പുറപ്പെടുന്ന സമയത്ത് എൻ്റെ പെട്ടിയിൽ സൂട്ട്കേസിൽ ഉണ്ടായിരുന്ന എൻ്റെ ഖുർആന്റെ കോപ്പികൾ ഞാൻ അതിൽ വെച്ച് ചടഞ്ഞ് അത് കേട് വരാതിരിക്കാൻ വേണ്ടി ഞാൻ അലമാരയിൽ വെച്ചിട്ടാണ് പോയത്. വേറെ ഒരു മാനസികമായി വേറെ ഒന്നും ഇല്ലെങ്കിൽ അലമാരയിൽ വെച്ച് പോയി. അങ്ങനെ ഞാൻ യാത്ര കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് വന്ന് തിരിച്ചു വന്ന് ഭയങ്കര ക്ഷീണിതരാണ്. 12 മണിക്കൂർ തുടർച്ചയായിട്ട് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നമുക്ക് ഇസ്ലാം സ്വീകരിക്കണം. അപ്പൊ ഞാൻ പറയാം, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്താണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്? അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അലമാരയിൽ നിന്ന് നിങ്ങൾ വെച്ച ഖുർആൻ ഞാൻ വായിച്ചു. അപ്പൊ ഈ 12 മണിക്കൂർ സമയം ഇവര് ഖുർആനിന്റെ പകുതി ഭാഗം ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് പരിഭാഷയിൽ വായിച്ചിട്ടുണ്ട്. ഒരു സ്വന്തം വലിയ ഡോക്ടറാണ്, ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ്, നല്ല ബോധ്യവിജ്ഞാനുള്ള ആളൊക്കെ അവർ വായിച്ചു. അപ്പൊ അവർ പറയാണ്, ഞാനിത് വായിച്ചപ്പോ ഞാൻ ഈ പൊതു പ്ലാറ്റ്ഫോമുകളിൽ നിന്നും സിനിമകളിൽ നിന്നും അതുപോലെ തന്നെ വീഡിയോകളിൽ നിന്നും ഒന്നും കേട്ട നബിയല്ല. അവിടെയൊക്കെ നബിയെ വളരെ മോശമായിട്ടാണ് മുഹമ്മദ് നബി ഖുർആനെ കുറിച്ച്. പക്ഷെ അതൊന്നുമല്ല ഇതിലുള്ളത്, ഈ ഗ്രന്ഥത്തിൽ അതൊന്നുമല്ല ഉള്ളത്. ഞാനൊരു ഇദ്ദേഹം പറയണ എൻ്റെ ഭാര്യ ഒരു യാഥാസ്ഥിക ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി മാത്രമല്ല, എപ്പോഴും ക്രിസ്ത്യാനി പള്ളിയും അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോ ഞാനിത് വായിച്ചപ്പോ എൻ്റെ ജീസസിനെ, ഈസാ നബിയെ ഇത്രയും കൂടുതൽ പ്രശംസിച്ചുകൊണ്ട്
എന്റെ ബൈബിളിൽ പോലും പറഞ്ഞിട്ടില്ല, ഖുർആനിൽ പറഞ്ഞതുപോലെ. അപ്പൊ ഞാനിത് സ്വീകരിച്ചാൽ എന്റെ ജീസസ് ഒന്നും അല്ലാതാവുന്നൊരു ധാരണയ്ക്ക് പണ്ടിട്ടായിരുന്നു. പക്ഷെ ജീസസിനെ ഇത്രമാത്രം ആദരിച്ച ഒരു ഗ്രന്ഥം ഖുർആൻ പോലെ വേറില്ല. ബൈബിളിൽ പോലും ഈസാനബിയെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല. അപ്പൊ എന്റെ ധാരണകളൊക്കെ എനിക്ക് മാറി ഇസ്ലാം സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും അവിടുന്ന് യാത്ര പോയി, രണ്ടുപേരും കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. എന്താണ് നമുക്ക് ഇതിരുന്നത്? ഈ പറഞ്ഞ അത് നമ്മള് ഈ മതം, ഈ ദീന്, ഈ ഖുർആൻ, ഈ റിസാലത്ത് ഒരാളെ പേരും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമല്ല. ഒരാളും ഞങ്ങൾ ഏറ്റെടുത്തു പറഞ്ഞു കണ്ട് നിർബന്ധിച്ചിട്ട് നമുക്കോട് ഞങ്ങൾ ഏറ്റെടുത്തോളം പറഞ്ഞു ചെയ്യേണ്ട കാര്യമല്ല. മറിച്ച് ഇദ്ദേഹം ക്ഷമിച്ച് നിർബന്ധിക്കാതെ അദ്ദേഹം കാത്തിരുന്നു. അവർക്ക് ആ ഖുർആൻ വായിക്കാൻ അവസരം കിട്ടിയപ്പോൾ അള്ളാഹു അവന്റെ ഹിദായത്ത് അവർക്ക് കൊടുക്കുന്നു, അവരതിലേക്ക് കടന്നു വരും. പറഞ്ഞു വന്നതിനെ ചുരുക്കം ഈ ആയത്ത് എന്ന് പറയുന്നത് ഒരു വലിയ ആശയമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്ന് മാത്രമല്ല, ഇവിടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? സമയം അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഈ മതത്തിനെ സംശയത്തിന്റെ കണ്ണോടെ കാണുന്നതാണ്. അല്ലെ? ഈ ചോദ്യം എന്താണ്? ജനങ്ങളെ വിളിക്കുന്നത്. ജനങ്ങളെ, ഞാൻ നിങ്ങൾക്ക് നൽകിയ മതത്തിൽ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ, അല്ലെ? ചോദ്യതാണ്. സംശയത്തിന്റെ കണ്ണോട് കൂടിയിട്ട് ഈ മതത്തെ കാണുന്നു, ദീനിനെ കാണുന്നു. കാരണം ഇത് മറ്റൊന്നിനും ഈ ഇസ്ലാമിനോളം ഈ ലോകത്ത് വ്യാപിക്കുന്ന ഒരു മതം അറിയില്ല. അത്ഭുതകരമായ മാറ്റമാണ് ഈ മതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മാറ്റം വരുന്ന മറ്റൊരു മതലോകത്ത് പറയുക. ഒരു ഭാഗത്ത് അസൂയ പോലുണ്ടാകും, ഒരു ഭാഗത്ത് വിരോധം പോലുണ്ടാകും, ഒരു ഭാഗത്ത് സത്യം അറിയാത്ത ആൾക്കാരുണ്ടാകും, ഒരു ഭാഗത്ത് ഇതിനെ സംശയത്തോടു കൂടി കാണുന്നവരുണ്ടാകും. അപ്പൊ ഏറ്റവും വലിയ സംശയം വരുന്നത് എവിടെയാണ്? ഈ മതത്തിനെ തെറ്റിദ്ധരിച്ചത് പലരും നമ്മളൊക്കെ എന്താക്കണം, എല്ലാ മുസ്ലിമീങ്ങളും ബാക്കിയുള്ളവരൊക്കെ നിർബന്ധിച്ച് മതത്തിലേക്ക് കൂട്ടുന്ന ആളുകളാണ്. അങ്ങനെ ഒരു നിർബന്ധ മതപരിവർത്തനം നടത്തുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഈ ക്യാമ്പസ് മുതൽ ലവ് ജിഹാദും അതും ഇതൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുകയും ആ വിഷയങ്ങളൊക്കെ വരാനുള്ള കാരണം. അങ്ങനത്തെ ഒരു കാര്യത്തിലില്ല, ഖുർആനിലെ ഈ മതത്തിലില്ല. ഒരാളെയും നിർബന്ധിക്കാനില്ല. അല്ലാതെ തൗഫീഖ് ഉണ്ടെങ്കിൽ ദീനും പഠിക്കാൻ, മനസ്സിലാക്കാൻ വരിക. മുസ്ലിമായിട്ട് ജനിക്കാൻ കഴിയുന്നു, മുസ്ലിമായിട്ട് ജീവിക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് നിലനിർത്തുക. എങ്ങനെ? ആ ഇസ്ലാമിന്റെ ഒന്നാമത്തെ പ്രമാണമായ ഖുർആനും രണ്ടാമത്തെ പ്രമാണമായ ഹദീസും പഠിച്ച് മനസ്സിലാക്കുക. അതാണ് നമ്മുടെ ചെന്നൈയിൽ നടന്ന ക്ലാസ്സുകളൊക്കെ. ആയത്തുകളും ഹദീസുകളും പ്രാർത്ഥനകളും ദുആകളും ഒക്കെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ബാധ്യതയാണ്, എല്ലാവരും ഉൾക്കൊള്ളേണ്ട ബാധ്യതയാണ്. ഒരാളും അതിൽ നിന്ന് ഒരു കാരണവും പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറി നിൽക്കാൻ പറ്റില്ല. കാരണം അതൊക്കെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് നമ്മളെ കൂടുതൽ ബോധ്യപ്പെടുത്തിരുന്ന ആയത്തുകളാണ് ഈ ആയത്തുകൾ. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്ന് തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുകൊടുക്കുമാറാകട്ടെ. കണ്ടപ്പെട്ട പ്രദാനം ചെയ്യട്ടെ. ഈ ദീൻ നന്നായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും അത് പ്രകാരം ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب